ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ഓവർവെൽമിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കില്ലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം കേരളത്തിൽ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് ഉണ്ട്. 30,000, 40,000, 50,000, 60,000 രൂപയ്ക്ക് വരെ കോഴ്സസ് സെല് ചെയ്യുന്നുണ്ട്. അതെല്ലാം എടുക്കാൻ ഒരുപാട് സ്റ്റുഡൻസ് ചെല്ലുന്നുണ്ട്. ഇവരെല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോസ്റ്റ് ഓഫ് ദ എല്ലാവരും, അതായത് ഹൈ ഇൻകം സ്കിൽസ് ഫോക്കസ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ എല്ലാ ആൾക്കാരും ചൂസ് ചെയ്യുന്ന ഒരു സ്കിൽ എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് ഫ്രീലാൻസിലേക്ക് വരുന്ന ആൾക്കാരോ അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു മാർക്കറ്റിംഗ് കമ്പനി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫേം റൺ ചെയ്യാൻ പോകുന്ന ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം അല്ലെന്നുണ്ടെങ്കിൽ അവർ ഫെയിൽ ആവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അവർക്ക് ക്ലയൻസ് ഇല്ല എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ യൂട്യൂബും അതുപോലെ പല ഫ്രീ ആയിട്ടുള്ള റിസോഴ്സസും യൂസ് ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നു, പെയ്ഡ് ആഡ്സ് റൺ ചെയ്യാൻ പഠിക്കുന്നു, SEO പഠിക്കുന്നു, അങ്ങനെ ഒരുപാട് സ്കിൽസ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ പഠിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ 90% ആൾക്കാർക്കും ക്ലയൻസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. 2 വർഷം മുന്നേ മാർക്കറ്റിംഗ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കും ഈ ഒരു സെയിം സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ആ ഒരു ഇനിഷ്യൽ സ്ട്രഗിളിൽ നിന്ന് നമ്മൾ പല സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കും. അതുപോലെ പല രീതിയിലുള്ള മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ വഴികളും, ക്ലയൻസിനെ കിട്ടാൻ പറ്റുന്ന എല്ലാ വഴികളും നമ്മൾ നോക്കും. സോ അങ്ങനെ ഒരുപാട് വഴികൾ കണ്ടുപിടിച്ച് ഒരുപാട് റിസർച്ചുകൾ ചെയ്ത് അവസാനം കണ്ടുപിടിച്ച്, അതായത് അവസാനം എനിക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയ 3 വേസ് ആണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സോ പുതിയതായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ പഠിച്ച് ക്ലയൻസിനെ കിട്ടാൻ പറ്റാതെ വിഷമിച്ച് നടക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാനായിട്ട് നോക്കുക. 100% ഗ്യാരണ്ടി തരാം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു വേ നിങ്ങൾ ചൂസ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ക്ലയന്റ് 100% ഗ്യാരണ്ടീഡ്. സോ ഇതുവരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 14 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ A to Z കവർ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഗ്രാം നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, കോണ്ടന്റ് ക്രിയേഷൻ, കോണ്ടന്റ് പ്രൊഡക്ഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങൾക്ക് ഒരു അഡ്വാൻസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഫ്രീലാൻസർ ആവാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. സോ താല്പര്യമുള്ളവർ താഴത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. സോ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ 99% ആൾക്കാരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ക്ലയൻസിനെ കിട്ടാതെ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കണ്ടവരായിരിക്കാം. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്ലയൻസിനെ അക്വയർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ച് കാര്യങ്ങളും ഉറപ്പായിട്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കണം. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അതായത് വെറുതെ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പോരാ, എക്സ്പെർട്ടൈസ് ആയിട്ട് നിങ്ങൾ അതിനകത്ത് ഏതൊക്കെ സർവീസസിലാണ് നിങ്ങൾ മാസ്റ്റേർഡ് ആയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും നോട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സർവീസസിൽ എത്ര വീക്സ് കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 2 മന്ത്സിനകത്തോ 1 മന്തിനകത്തോ നിങ്ങൾക്ക് എത്ര ടൈം പീരീഡിൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട്, ആ ഒരു സർവീസിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയന്റിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യവും നിങ്ങൾ ഉറപ്പായിട്ടും എടുത്തു വെച്ചിരിക്കണം. സോ നിങ്ങൾ ഒരു ക്ലയൻസിനെയും ഇതുവരെ ഓൺ ബോർഡ് ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ച് സ്വന്തമായിട്ടൊരു പോർട്ട്ഫോളിയോ കാണണമെന്നില്ല, സ്വന്തമായിട്ടൊരു കേസ് കാണണമെന്നില്ല. സോ ആ ഒരു കാര്യത്തിലേക്കൊന്നും പോകുന്നില്ല. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും എടുത്തു വെച്ചിരിക്കുക. അതായത് ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെ സർവീസ് നിങ്ങളെ കൊണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, രണ്ടെന്ന് പറയുന്നത് ഈ സർവീസസ് എത്ര നാൾ കൊണ്ട് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്ത് റിസൾട്ട് ഡെലിവർ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും സോർട്ട് ചെയ്ത് വെക്കുക. പിന്നെ രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രൈസിംഗിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാല്യൂ ഡെലിവറിംഗിലായിരിക്കണം. സോ പ്രൈസിംഗിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഒരുപാട് നാള് എന്റെ മാർക്കറ്റിംഗ് ഏജൻസി തള്ളിക്കൊണ്ട് പോയത്. ഏകദേശം 7 മാസത്തോളം 0 ക്ലയൻസിൽ 0 റവന്യൂല് എനിക്ക് മുന്നോട്ട് പോകേണ്ടി വന്നു. പിന്നീടാണ് നമ്മൾ പല ടീമൊക്കെ ബിൽഡ് ചെയ്ത് ഒരു 1800 സ്ക്വയർ ഫീറ്റ് അപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്ത് അവിടെ കുറച്ച് നാൾ അങ്ങനെ മൂവ് ചെയ്ത് നല്ല രീതിക്ക് മാർക്കറ്റിംഗ് ഏജൻസി മുന്നോട്ട് കൊണ്ടുപോയി. അത്യാവശ്യം നല്ല രീതിക്ക് ക്ലയൻസിനെ ഓൺ ബോർഡ് ചെയ്തു. സോ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോയിലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇനി എന്തായാലും നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് തന്നെ പറയാം. സോ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ക്ലയന്റിനെ അക്വയർ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഇറ്റ്സ് ലിറ്ററലി ലിങ്ക്ഡ്ഇൻ ഔട്ട്റീച്ച്. ലിങ്ക്ഡ്ഇൻ ഔട്ട്റീച്ച് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പല ആൾക്കാരും ഇത് വളരെ ടഫ് ആയിട്ടുള്ള ഒരു പണിയാണെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ലിങ്ക്ഡ്ഇൻ ഔട്ട്റീച്ച് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾ ലിങ്ക്ഡ്ഇനിൽ കയറുക. ലിങ്ക്ഡ്ഇനിൽ കയറിയതിനു ശേഷം സെർച്ച് ബാറിൽ ഫൗണ്ടേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ CEOs എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ പീപ്പിൾ എന്നുള്ള ഫിൽറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കേരള എന്നുള്ളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള മിക്ക മോസ്റ്റ് ഓഫ് ദ എല്ലാ ഫൗണ്ടേഴ്സിന്റെ ലിസ്റ്റും, ലിങ്ക്ഡ്ഇനുള്ള എല്ലാ ഫൗണ്ടേഴ്സിന്റെ ലിസ്റ്റും നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇനി നിങ്ങൾ ചെയ്യേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നേരെ ChatGPTയിൽ പോവുക. 200 ക്യാരക്ടറിനകത്തുള്ള ഒരു ലിങ്ക്ഡ്ഇൻ കണക്ഷൻ നോട്ട്, അത് നിങ്ങളുടെ സർവീസ് എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു മാർക്കറ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് SEOയിലാണ് ഞാൻ അത്ര എക്സ്പെർട്ട് ആയിട്ടുള്ളത്. സോ
എനിക്ക് ലിങ്ക്ഡിനിൽ ഔട്ട്റീച്ച് ചെയ്യാനായിട്ട് 200 ക്യാരക്ടേഴ്സിനകത്തുള്ള ഒരു നോട്ട് തരാനായി നിങ്ങൾ ചാറ്റ് ജിപിറ്റിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ജിപിറ്റി ഒരു 200 ക്യാരക്ടേഴ്സിനകത്തുള്ള ഒരു നോട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് തരും. അത് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾ ഈ കാണുന്ന ഓരോ ഫൗണ്ടേഴ്സിലും നിങ്ങൾക്ക് റിസൾട്ട് ഡെലിവർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഇൻഡസ്ട്രിയിലുള്ള ഓരോ ഫൗണ്ടേഴ്സിനും കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക. കണക്ഷൻ റിക്വസ്റ്റ് അയക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആഡ് എ നോട്ട് എന്നുള്ള ഒരു ഓപ്ഷനോടെ കാണിക്കും. അവിടെ നിങ്ങൾ ഈ ഒരു നോട്ട് കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അയാളുടെ പേര്, അതായത് നോട്ടിനകത്തൊരു സാമ്പിൾ നെയിം എന്നായിരിക്കും കാണിക്കുക. അയാളുടെ പേര് എന്താണോ, അക്കൗണ്ടിന്റെ നെയിം എന്താണോ, ആ ഒരു ഫൗണ്ടറിന്റെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൃത്യമായിട്ട് ആ കണക്ഷൻ റിക്വസ്റ്റ് ഡെയിലി ഒരു 25 എണ്ണം വെച്ചിട്ട് നിങ്ങൾ ഔട്ട്റീച്ച് ചെയ്യുക. ആൻഡ് ഒരു 1 മന്ത് നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഒരു 3, സോ അതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും കൺവേർട്ട് ആവാതിരിക്കത്തില്ല. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ആക്സസിബിലിറ്റി. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. അവർ ചോദിക്കുന്ന ഓരോ കാര്യത്തിലും നിങ്ങൾ കൃത്യമായിട്ടുള്ള ആക്സസ് കൊടുത്തിരിക്കണം. എനിക്ക് ക്ലയൻസ് ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ ചെയ്ത ഒരു വേ ആണ് ഈ ഒരു ലിങ്ക്ഡിൻ ഔട്ട്റീച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ലിങ്ക്ഡിൻ ഔട്ട്റീച്ച്, അതായത് ബൾക്കായിട്ട് ലിങ്ക്ഡിനിൽ DMs സെൻഡ് ചെയ്യുന്ന പല രീതിക്കുള്ള ടൂൾസ് നിങ്ങൾക്ക് ഓൺലൈൻസിൽ അവൈലബിൾ ആണ്. പക്ഷേ എങ്കിൽ പോലും മോസ്റ്റ് ഓഫ് ദ എല്ലാം എനിക്ക് തോന്നുന്നു ഫാൻഡം ബസ്റ്റർ പോലുള്ള ഒരുപാട് സൈറ്റുകളുണ്ട്. അതായത് അറ്റ് എ ടൈം നിങ്ങൾക്ക് 10,000s of ആൾക്കാരിലേക്ക് DMs ചെയ്യാം. പക്ഷേ ഇനിഷ്യൽ ടൈമിൽ നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ അതിന്റെ സബ്സ്ക്രിപ്ഷൻ ചിലപ്പം എടുക്കാൻ പറ്റുന്ന വരത്തില്ല. അതുകൊണ്ട് തന്നെ ഇതാണ് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. സോ ക്ലയൻസിനെ അക്വയർ ചെയ്യാനായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട രണ്ടാമത്തെ വേ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ബിൽഡിംഗ് എ പേഴ്സണൽ ബ്രാൻഡ്. ഞാൻ എന്റെ ചാനലിൽ പല വീഡിയോസിലും ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യും. നിങ്ങൾക്ക് ക്ലയൻസ് ഇല്ലാത്തവരായിക്കോട്ടെ, നിങ്ങൾക്ക് ലൈഫിൽ ഇതുവരെ ഗ്രോത്ത് ഇല്ലാത്തവരായിക്കോട്ടെ, ₹1 പോലും ഉണ്ടാക്കാൻ പറ്റാത്തവരായിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യും. നിങ്ങളുടെ ജേർണി നിങ്ങൾ അതിനകത്ത് ഡോക്യുമെന്റ് ചെയ്യും. നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള റിസൾട്ട് ഒരു 2 to 3 monthsനകത്ത് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം. സോ അത് തന്നെയാണ് ഞാൻ ഇവിടെയും പറയുന്നത്. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്ലയൻസ് എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുന്ന ഓണേഴ്സ് ആണ്, ബിസിനസ് ഓണേഴ്സ് ആണ്, ഓൺട്രപ്രണേഴ്സ് ആണ്. നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാണ്, ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്ററാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബയോയും നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഒക്കെ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഹൈലൈറ്റിൽ പിച്ച് ചെയ്യുന്നു. നിങ്ങൾ ഡെയിലി കോണ്ടന്റ്സ് പുഷ് ചെയ്തുകൊണ്ടേയിരിക്കുക. റീൽസ് ആയിട്ട് 30 സെക്കൻഡ് തൊട്ട് 1 മിനിറ്റിനകത്തുള്ള കോണ്ടന്റ്സുകൾ ഡെയിലി പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് ബേസ് ചെയ്തുള്ള കോണ്ടന്റ് നിങ്ങൾ പുഷ് ചെയ്യണം എന്ന് ചോദിക്കുന്നവരോട്, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്ററാണ്, നിങ്ങൾക്ക് വാല്യൂ ഡെലിവറി ചെയ്യേണ്ടത് മറ്റ് ബിസിനസ് ഓണേഴ്സിനാണ്. മറ്റ് ബിസിനസ് ഓണേഴ്സിന് നല്ല രീതിക്ക് സെയിൽസ് കൂട്ടാൻ പറ്റിയ ടിപ്സ് ഫ്രീ ആയിട്ട് ഡെലിവർ ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ വീഡിയോസ് ഇവൻച്വലി ഔട്ട്റീച്ച് ആവുന്നത് ബിസിനസ് ചെയ്യുന്ന ഓരോരോ ആൾക്കാരിലേക്കായിരിക്കും. അങ്ങനെ അവർക്ക് ഈ വീഡിയോസ് വാല്യൂബിൾ ആവുന്ന രീതിക്ക് നിങ്ങൾക്ക് നല്ല രീതിക്ക് എൻക്വയറീസ് വരാൻ തുടങ്ങും. നിങ്ങളോട് ഡൗട്ട്സ് ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ ഡൗട്ട്സ് ചോദിച്ച് അവസാനം നിങ്ങൾക്ക് ഡയറക്ട്ലി അവരിലേക്ക് നിങ്ങളുടെ സർവീസ് പിച്ച് ചെയ്ത് അവരെ ഒരു ക്ലയന്റ് ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതും ഞാൻ ചെയ്തിട്ടുള്ള ഒരു ക്ലയന്റ് കൺവേർട്ടിംഗ് മെത്തേഡാണ്. പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിനപ്പുറം ഒരു വേയും ഞാൻ കണ്ടതിൽ ക്ലയൻസിനെ കിട്ടാനില്ല. ഇവിടെ നിങ്ങൾക്ക് ഇനീഷ്യൽ ടൈമിൽ കുറച്ച് ടൈം പിടിക്കേണ്ട ഒരു പ്രോസസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു എൻഗേജ്മെന്റ് ഉള്ള ഒരു പേഴ്സണൽ ബ്രാൻഡിംഗ് പേജ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഈ 60 ദിവസം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 60 ദിവസവും 60 കോണ്ടന്റ്സ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം, പുഷ് ചെയ്തിരിക്കണം. എങ്കിലും മാത്രമേ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു എൻഗേജ്മെന്റ് നിങ്ങളുടെ പേജിൽ വരത്തുള്ളൂ. സോ ക്ലയന്റിനെ അക്വയർ ചെയ്യാനായിട്ടുള്ള മൂന്നാമത്തെ വേ എന്ന് പറയുന്നതാണ് ലോക്കൽ ഔട്ട്റീച്ചിങ്. ലോക്കൽ ഔട്ട്റീച്ചിങ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്ക് ക്ലയൻസിനെ അക്വയർ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. സോ എന്താണ് ലോക്കൽ ഔട്ട്റീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാൻ ഈ ലോക്കൽ ഔട്ട്റീച്ചിങ്ങിലേക്ക് വരുന്നത്, അതായത് ക്ലയന്റിനെ അക്വയർ ചെയ്യാനായിട്ട് നോക്കിയിട്ടുള്ള എല്ലാ പരിപാടികളും ഫെയിൽ ആയിട്ടാണ് ലോക്കൽ ഔട്ട്റീച്ചിങ് എന്നുള്ളൊരു ഐഡിയ എന്റെയും എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ടിന്റെയും തലയിൽ ഞങ്ങൾക്ക് വരുന്നത്. ഞങ്ങളത് നൈസായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കി. ആൻഡ് 200% ഗ്യാരണ്ടി തരാം, നിങ്ങൾക്ക് ഇത് വർക്ക്ഔട്ട് ആയിരിക്കും. ഞാൻ എന്റെ 14 ദിവസം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന പ്രോഗ്രാമിനകത്ത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തേക്കുന്ന ഒരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. 2-3 മെത്തേഡ്സ് അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് ഒരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഒരുപാട് കഷ്ടപ്പാടില്ലാതെ കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും 200% എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ ഇതിനകത്ത്, അതായത് യൂട്യൂബിലും ഞാനിത് ഷെയർ ചെയ്ത് തരാം. ലോക്കൽ ഔട്ട്റീച്ചിങ് എന്ന് പറയുന്നത്, ഞാൻ ഈ ടിപ്സ് പറയുന്നതിന് ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സർവീസ് പ്രോപ്പർ ആക്കുക, നിങ്ങൾക്ക് എത്ര നാളുകൊണ്ട് റിസൾട്ട് ഡെലിവർ ചെയ്യാൻ പറ്റുമെന്ന് പ്രോപ്പർ ആക്കുക. നിങ്ങൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ ക്ലയന്റിന്റെ പൈസ വാങ്ങിക്കുന്ന സമയത്ത് അതിന് ROI, അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് എന്തുമാത്രം ക്ലയന്റിന് തിരിച്ച് ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ ക്ലയന്റിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ പറഞ്ഞു തന്നത് ലോക്കൽ ഔട്ട്റീച്ചിങ്ങിനെ പറ്റിയിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വീട് എവിടെയാണോ, ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്തനംതിട്ടയിൽ കോന്നി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. സോ പത്തനംതിട്ടയാണ് ഇവിടെ അടുത്തുള്ള ഏറ്റവും വലിയൊരു ടൗൺ എന്ന് പറയുന്നത്, അതായത് സെന്റർ, പത്തനംതിട്ട സെന്റർ എന്ന് പറയുന്നത്. ലോക്കൽ ഔട്ട്റീച്ചിങ് ചെയ്യേണ്ട സമയത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഏത് ഇൻഡസ്ട്രിയിലുള്ള ക്ലയൻസിന്, ഈ ബിസിനസ് ഓണേഴ്സിന് എനിക്ക് നല്ല രീതിക്കുള്ള
റിസൾട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും. സോ ഞാൻ ചൂസ് ചെയ്യാണ് റെസ്റ്റോറൻറ്റ്സിന് എനിക്ക് നല്ല രീതിക്ക് റിസൾട്ട് ഡെലിവർ ചെയ്യാൻ പറ്റുമെന്ന്. സോ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ഇൻ പത്തനംതിട്ട എന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നു ഗൂഗിളിൽ. അതിനകത്ത് നമുക്ക് അറിയാവുന്ന റെസ്റ്റോറൻറ്റ്സും കാണും, നമുക്ക് അറിയാത്ത റെസ്റ്റോറൻറ്റ്സും ലിസ്റ്റ് ആവും. അതിനകത്ത് അറിയാവുന്ന റെസ്റ്റോറൻറ്റ്സും അത്യാവശ്യം നല്ല രീതിക്ക് ആൾക്കാർ കയറും, നല്ല രീതിക്ക് എൻഗേജ്മെന്റ് ഇല്ല, നല്ല രീതിക്ക് ഓഫേഴ്സ് ഒക്കെ ഉള്ള റെസ്റ്റോറൻറ്റ്സിന്റെ ഡേറ്റാസ് മൊത്തം ഞാനൊരു ഡയറിയിലോ അല്ലെന്നുണ്ടെങ്കിൽ നോട്ട് പാഡിലോട്ടോ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എടുക്കുന്നു. ഇവർക്ക് വെബ്സൈറ്റ് ഉണ്ടോ നോക്കുന്നു, ഇവർ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കുന്നു, ഇവർക്കുള്ള എല്ലാ സോഷ്യൽസും ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇവർ അത്രയും അപ്ഡേറ്റഡ് അല്ല എന്നുള്ള ആൾക്കാരെ, അതേപോലെ തന്നെ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവാൻ പൊട്ടൻഷ്യൽ ഉള്ള ബിസിനസ്സുകളെ ഞാൻ സോർട്ട് ചെയ്ത് ഒരു 5 റെസ്റ്റോറൻറ്റ്സിനെ മാക്സിമം, അതായത് അത്യാവശ്യം നല്ല രീതിക്ക് സെയിൽസ് നടക്കുന്നുണ്ട്, അവർ മാർക്കറ്റിങ്ങിന് വേണ്ടി മുടക്കാനുള്ള എമൗണ്ട് അവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുമല്ലോ, അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള പാർട്ടിയാണ് അങ്ങനെയൊക്കെ. സോ അങ്ങനെയുള്ളവരെ 5 പേരെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു. ലിസ്റ്റ് ചെയ്തതിനു ശേഷം ഞാൻ ഇവരെ കോൾ ചെയ്യുന്നു. ഗൂഗിളിൽ നിന്ന് തന്നെ നമ്പർ എടുത്ത് ഞാൻ ഇവരെ കോൾ ചെയ്യുന്നു. ഞാൻ എന്റെ സർവീസിന്റെ ഡീറ്റെയിൽസ് പറയുന്നു. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് തന്നെയാണെന്ന് ഞാൻ പറയുന്നു. നമുക്ക് നേരിട്ട് വന്ന് സംസാരിക്കാം എന്ന് പറയുന്നു. ഈ 5 പേരിൽ അറ്റ്ലീസ്റ്റ് 1-2 പേര് കൺഫേം ആയിട്ടും നിങ്ങളുടെ അടുത്ത് മാർക്കറ്റിങ്ങിന് കൺവേർട്ട് ആവും. സോ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് അണ്ടർ പ്രൈസ് ചെയ്യാതെ അത്യാവശ്യം മീഡിയം ലെവലിൽ തന്നെ നിങ്ങളുടെ പ്രൈസിങ് റെഡിയാക്കി, ഒരു കാരണവശാൽ നിങ്ങളെ അണ്ടർ സെൽ ചെയ്യല്, അത്യാവശ്യം പറ്റുന്ന രീതിക്ക് എല്ലാം നല്ല രീതിക്ക് നിങ്ങൾ റിസൾട്ട് ഡെലിവർ ചെയ്യാനായിട്ട് നോക്കുക. കാരണം നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം എഫേർട്ട് നിങ്ങൾ ഹോം ടൗണിൽ തന്നെ ഇട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സസബിളും ആണ്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റീച്ച് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. പിന്നീട് മറ്റ് ഡിസ്ട്രിക്റ്റിലോട്ട് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പുറത്തോട്ടുള്ള ക്ലയൻസിനെ നിങ്ങൾ നോക്കുന്ന സമയത്തോ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഒരു പോർട്ട്ഫോളിയോ ഈ ബിസിനസ്സുകളിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ടെസ്റ്റിമോണിയൽസ്, റിവ്യൂസ് എന്നൊക്കെ പറയുന്ന സാധനം ഈ ബിസിനസ് ഓണേഴ്സിന്റെ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഞാൻ പറഞ്ഞു വന്നതിൽ നിങ്ങൾക്ക് ഒന്നെന്ന് പറയുന്നത് പേഴ്സണൽ ബ്രാൻഡിങ്. അതായത് നിങ്ങൾക്ക് ക്ലയന്റ് അക്വിസിഷൻ സസ്റ്റെയിൻ ചെയ്ത് പോകണം, ലോങ് ടേമിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. ഏത് വേ ചൂസ് ചെയ്തെന്ന് പറഞ്ഞാലും പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക. നല്ല രീതിക്കുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാക്കിയെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 2 to 3 months കഴിയുമ്പോഴത്തേക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. രണ്ടാമത് നിങ്ങൾക്ക് ഏറ്റവും വേഗം ക്ലയൻസിനെ അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ലോക്കൽ ഔട്ട്റീച്ചിങ് ആണ്. ലോക്കൽ ഔട്ട്റീച്ചിങ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നാണക്കേട് ഉണ്ടാവും, അത്യാവശ്യം ഫിയർ ഉണ്ടാവും. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മാറ്റിവെച്ച് ലോക്കൽ ഔട്ട്റീച്ചിങ്ങിന് ഇറങ്ങിയേ പറ്റൂ. ഇറങ്ങി എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇത്രയും ധൈര്യത്തോടെ പറയുന്നത്. 200% ഐ ക്യാൻ ഗ്യാരണ്ടി യു. പിന്നെ ലിങ്ക്ഡിൻ ഔട്ട്റീച്ച് നിങ്ങൾക്ക് അത്യാവശ്യം കണക്ഷൻസ് ബിൽഡ് ചെയ്ത് വെക്കണമെങ്കിലും നെറ്റ്വർക്കിംഗ് ഒക്കെ ചെയ്ത് വെക്കണമെങ്കിലും പുറത്തോട്ടുള്ള കുറച്ച് ഫൗണ്ടേഴ്സും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിലും ഒക്കെ ഈ ഒരു ലിങ്ക്ഡിൻ ഔട്ട്റീച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 14 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റിയ ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഡീറ്റെയിൽസ് എല്ലാം അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ടാറ്റാ ബൈ.